എനിക്ക് കോട്ട് കോളർ തയ്ക്കണം, പക്ഷേ ക്യാൻവാസ് വെച്ച് മെനക്കെടാനോട്ട് പറ്റുന്നുമില്ല, അല്ലെ സമയമില്ല, അല്ലെ എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇന്ന് സാലി റോസ് ചാനൽ ക്ഷണിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രം കാണുക. എളുപ്പത്തിൽ കോട്ട് കോളർ. സാലി റോസിന്റെ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കട്ട് പീസാണ്. സത്യത്തിൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചത്. ഇത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 55. 55 എന്ന് പറയുമ്പം എത്ര വരും? 1.10 ഉള്ളൂ. കറക്റ്റ് 1.10 കഷ്ടിച്ചേ ഉള്ളൂ. ഇതുകൊണ്ട് ഒരു ചെറിയ ജീൻസിന്റെ ടോപ്പ് തയ്ക്കാമെന്ന് പ്ലാൻ ചെയ്താ, മോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചാ, കോട്ട് കോളർ കേട്ടോ. എങ്ങനെ ചെയ്തേക്കെന്ന് നോക്കിയേ. ആകെയുള്ള പീസിന് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ എന്നും ചുരിദാറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ വീതിപ്പാട് മടക്കിയിട്ട് തുടങ്ങാൻ പോവാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാന്ന് പറയട്ടെ. കോട്ട് കോളറാണ്, ക്യാൻവാസ് ഇല്ല, ഫ്രണ്ട് ഓപ്പൺ ആണ്, പ്രിൻസസ് കട്ടാണ് കേട്ടോ. ഇത്രയും പ്രത്യേകതകളുള്ള ഒരു ടോപ്പാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഒന്നുകൂടെ പറയാം. പ്രിൻസസ് കട്ട്, കോട്ട് കോളർ, ക്യാൻവാസ് ഇല്ലാത്ത കോട്ട് കോളർ, ഫ്രണ്ട് ഓപ്പൺ, ഇത്രയും കാര്യങ്ങൾ വെച്ചൊരു ടോപ്പ് എങ്ങനെ തയ്ക്കാം. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുരിദാറോ ജീൻസ് ടോപ്പോ നൈറ്റിയോ എന്ത് വേണം ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ നെക്കിന്റെ വിഡ്ത്ത് കറക്റ്റ് 3 ഇഞ്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ ആണേ, എന്നാലും നമ്മൾ വിട്ട് കൂട്ടുന്നില്ല, 3 ഉള്ളൂ. കാരണം 35 ചെസ്റ്റ് അളവുള്ള ആൾക്ക് വേണ്ടിയാ. ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ്. വീണ്ടും ചോദിക്കരുത്. ബോഡിയിൽ നിന്ന് അളന്ന 35 ചെസ്റ്റ് അളവുള്ള ആൾക്ക് വേണ്ടിയാണ് തയ്ക്കുന്നത്. അപ്പം ഞാൻ നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത് എത്രയാണെന്നാ പറഞ്ഞ 3. നെക്കിന്റെ ലെങ്ത് 2.5 എടുക്കുന്നത്. 2.5 1 പോയിന്റും കൂടെ എന്ന് പറഞ്ഞാൽ 3 ഇല്ല, 2.5 1 പോയിന്റും കൂടെ എടുത്ത് സാധാരണ പോലെ തന്നെ ചതുരം നമ്മൾ വരച്ച് ഒരു നെക്ക് ഷേപ്പ് ചെയ്യുന്നു. ആ നെക്ക് കണ്ടമാനം അങ്ങ് യു ആക്കണ്ട, എന്നാൽ വിയും അല്ല, ഏതാണ്ട് ഇപ്പം ഞാൻ ഈ വരച്ചേക്കുന്ന പോലെ വരയ്ക്കുന്നു. ഇനി ഷോൾഡർ. നമ്മുടെ മെയിൻ നിങ്ങൾക്കറിയാം, കോളർ എടുക്കുന്ന എല്ലാ ചുരിദാറിനും ഫുൾ ഷോൾഡർ വേണം. ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഫുൾ അളവ്. ഇത് 15 ഉണ്ട്. 15 ഉള്ളത് കൊണ്ട് അതിന്റെ പകുതി 7.5 ഞാൻ എടുക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സ്ലീവ്ലെസ്സാ കേട്ടോ. സ്ലീവ്ലെസ് ആകുമ്പോൾ ഈ 7.5 പകരം 7 കയറ്റി എടുത്ത് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഷോൾഡറിന്റെ നിന്നോട്ടം ഓർത്തുകൊണ്ട് ഞാൻ 7.5 എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. കയറി നിൽക്കുന്ന ചില പിള്ളേർക്ക് കയറി കൈ വരണം എന്നാണെങ്കിൽ 7 മതി. ഇത് ഞാൻ ഷോൾഡറെ കറക്റ്റ് നിൽക്കത്തക്ക രീതിയിൽ കൈ കുഴിക്ക് വേണ്ടിയും 7.5 തന്നെ എടുക്കുന്നു. മേളിലോട്ടും ഷോൾഡർ 7.5, ആം ഹോളും 7.5 എടുത്തു. ഇവിടെ നമുക്കൊരു സ്ലോപ്പ് കൊടുക്കണം. സ്ലോപ്പ് ഈ കോളർ ചുരിദാർ തയ്ക്കുമ്പോൾ സ്ലോപ്പ് ഒരു സ്വല്പം കൂട്ടി കൊടുക്കുന്നതാണ് കാണാൻ ഭംഗി. ഞാനതുകൊണ്ട് 3/4 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചു പിടിച്ച് വരയ്ക്കാം അല്ലേ. 3/4 ഇഞ്ച് എടുക്കണേ. 1/2 തൊട്ട് 3/4 വരെ നിങ്ങളുടെ ഇഷ്ടം പോലെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്തു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് എടുക്കാൻ എന്നൊക്കെ ചെയ്യണം പറഞ്ഞ്. 35 ചെസ്റ്റ് വരുമ്പോൾ 4 ഇഞ്ച് കൂട്ടണം. 39, 39ന്റെ 4-1 എത്ര വരും? 39ന്റെ 9.25 വരും. ഇവിടെ ഒരു പ്രിൻസസ് കട്ടോടെ വരും ഈ ഷേപ്പിൽ. അപ്പം ആ കട്ട് തയ്ച്ചു കയറി പോകണം, ഫ്രണ്ട് ഓപ്പൺ ആക്കണം. അതുകൊണ്ടൊക്കെ ഞാൻ 9.25ന്റെ കൂട്ടത്തിൽ ഒരു 4 ഇഞ്ച് കൂടെ കൂട്ടി 10ലാണ് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് സീമും കൊടുത്തിട്ടുണ്ട്. ഈ നിങ്ങൾ നിർബന്ധമായും 2 ഇഞ്ച് സീം കൊടുക്കണം. ഇതിന് എന്താണെന്നറിയാവോ, ഇതിന്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് ഒരു പീസ് അടുത്ത പീസിലേക്ക് കയറ്റിയൊക്കെ വെക്കുമ്പോൾ ഫ്രണ്ടിന്റെ അളവ് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ 2 കാര്യം ഉള്ളത് കൊണ്ട് ഈ ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ച് ആം ഹോൾ കൊടുക്കണം. ഇനി നമ്മൾ ആം ഹോൾ കയറുവ് വരച്ചു. പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. ആകെയുള്ള ദൂരത്തിൻ്റെ പകുതിയിൽ നിന്ന് ഈ ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയതിലേക്ക് ഞാനൊരു ലൈൻ വരച്ച് നമ്മൾ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കണം, ഇതെന്തിനു വേണ്ടിയാണ്? സ്ലീവ്ലെസ്സാണ്. അതുകൊണ്ട് ഇച്ചിരി വൈഡായിട്ട് തന്നെ ഇരിക്കണം. 7.5 ഞാൻ എടുത്തിട്ടുണ്ട്. പോരെങ്കിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് തയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി അത് ക്ലിയർ ആക്കും കേട്ടോ. ഇത് നമ്മുടെ അപ്പെക്സ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ നമ്മുടെ ഷോൾഡറിൽ നിന്നുള്ള താഴ്ച. അത് 9.5 എടുത്തു. ഇത് BP to BP എന്ന് പറയും. ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം. അത് നമ്മൾ 3.25 എടുക്കുന്നു. ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കുകളൊക്കെ ഞാൻ ബോഡിയിൽ നിന്ന് വേണേ അളന്നെടുക്കാം, അല്ലാതെ നമുക്ക് ചെസ്റ്റ് പോയിന്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോകളിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഈ കറക്റ്റ് നമ്മൾ ആം ഹോളിന് വരച്ച ആ താഴത്തെ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിലേക്ക് അപ്പക്സ് പോയിന്റിൽ നിന്നും നമ്മളിങ്ങനെ ഒരു ചെറിയൊരു വളച്ച് വരയ്ക്കുക. എനിക്ക് ഈ ഇതൊന്നും വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അത് കാരണം ഞാനിങ്ങനെ കളർ മാറ്റി ചെയ്ത് നോക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ?
മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പക്സ് പോയിന്റ് ഞാൻ ഈ പ്രിൻസസ് കട്ട് ഇഷ്ടം പോലെ നിങ്ങളെ വെട്ടി കാണിച്ചിട്ടില്ലേ? അത് കാണുന്നവർക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ തന്നെ നോക്കുക, അപ്പക്സ് പോയിന്റിൽ നിന്നും ഈ 1.5 ഇഞ്ച് എടുത്തിടത്തോട്ട് നമ്മളിങ്ങനെ വളച്ചൊരു വര വരച്ചു. റെഡ് ഇങ്കിലാണ് വരച്ചേക്കുന്നത്. ഞാൻ നല്ല വശത്ത് അടയാളപ്പെടുന്നത്, ഇതിൻ്റെ മറുവശം കംപ്ലീറ്റ് വെള്ളയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇച്ചിരെങ്കിലും അറിയാൻ വേണ്ടി. ഇനി നമ്മൾ താഴെ ഫുൾ ലെങ്തിൽ നമ്മൾ ആ 3.25 അടയാളപ്പെടുത്തുന്നു. ഇതിൻ്റെ ലെങ്തിന് ഇവിടെ പ്രാധാന്യമില്ല കേട്ടോ. ചിലർക്ക് ചെറിയ ഷോർട്ട് ടോപ്പ് ഇഷ്ടമാണ്, ചിലർക്ക് നീളം കൂടുതൽ. ഞാൻ ആ 1:10 എത്രയും നീളമുണ്ടോ അത് ഫുൾ എടുക്കുക. നമുക്ക് വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ കിടക്കുവാണേ. അങ്ങനെ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ അടയാളങ്ങളെല്ലാം ചെയ്തു. ഇനി ഒന്നുകൂടെ നോക്കാം. നമുക്കിനി നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് 14 ഇഞ്ച്. 14 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തണ്ടേ നമ്മുടെ ഷേപ്പ് 32 ബോഡിയിൽ നിന്ന് എടുത്ത അളവ്. 2 കൂടെ കൂട്ടാം, 34. 34ൻ്റെ 4 പറയുമ്പോൾ എത്ര വരും? 8.5. ആ 8.5യും മുമ്പ് ഞാൻ പറഞ്ഞല്ലോ പ്രിൻസസ് കട്ട് വന്ന് കട്ട് ചെയ്ത് പോകേണ്ടതായതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് അല്ലെ ഒരു 1/4 ഇഞ്ചെങ്കിലും കൂടുതൽ എടുക്കണേ. 8.25 അടയാളപ്പെടുത്തി. നമുക്ക് അവിടെ നിന്ന് 2 ഇഞ്ച് സീമും കൂടെ കൊടുക്കാം. ഇനിയും താഴത്തെ അളവിന് പ്രാധാന്യമില്ല, ഉള്ളത്രയും ഞാനങ്ങ് എടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് പറഞ്ഞു ആ ഷേപ്പിൽ ഇങ്ങനെ വരത്തക്ക രീതിയിൽ എടുക്കുക. താഴെ വേണേൽ സ്ലിറ്റ് കൊടുത്ത് ചെയ്യാം, അല്ലെ സാധാരണ പോലെ ചെയ്യാം. ക്രോപ്പ് ആണെങ്കിൽ സ്ലിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാവേ. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണേ, ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്യത്തില്ല. കോളർ ചുരിദാർ തയ്ക്കുമ്പോൾ തുടക്കക്കാർ ബാക്ക് നെക്ക് കട്ട് ചെയ്യണ്ട. കാരണം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കൂട്ടി പിടിപ്പിക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതുകൊണ്ട് ബാക്ക് നെക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ തുണിയെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്തിട്ട് കൂട്ടി പിടിപ്പിച്ചതിന് ശേഷമേ ബാക്ക് നെക്ക് വെട്ടിയാൽ മതി. നമുക്കിവിടെ ഒന്ന് വേർപെടുത്തട്ടെ. ഇത് ബാക്ക് പീസ്. ഇനി ഫ്രണ്ട് പീസ് നമുക്ക് എടുത്തിട്ട് നെക്കും കട്ട് ചെയ്യണം. പിന്നെ എന്നാ ചെയ്യാനുള്ളത്? ഒന്ന് പ്രിൻസസ് കട്ട് ചെയ്യണം. അതിനേക്കാൾ അത്യാവശ്യം ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടണം. ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കുഴിച്ചു വെട്ടുന്നത് തൊട്ട് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്യണ്ടേ? ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ, അതുകൊണ്ട് ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്യുവാണേ. ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്യാതെ കോളർ ജീൻസിൻ്റെ ടോപ്പ് ഞാൻ കഴിഞ്ഞ 1 മാസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വേണ്ടവർ നോക്കണേ. ഇനി ഇപ്പം ഞാൻ പ്രിൻസസ് കട്ട് ചെയ്യുന്നില്ല, തയ്ക്കാൻ നേരത്തെ കട്ട് ചെയ്യുന്നുള്ളൂ. പീസാക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ മെനക്കെടണ്ടല്ലോ, അതുകൊണ്ടാണ്. ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് കയറ്റി നമ്മൾ വെട്ടിക്കളഞ്ഞു. പ്രത്യേകിച്ചും സ്ലീവ്ലെസ് ആകുമ്പോൾ ഫ്രണ്ട് ആം ഹോൾ ശരിക്കും വെട്ടിക്കളയണേ. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസിലെ ഫ്രണ്ട് പീസ് വെട്ടിയതിനെ പോലെ തന്നെ നമുക്ക് ആ ബാക്കിയുള്ള തുണിയിൽ നിന്ന് 2 പീസ് വെട്ടിയെടുക്കണം. പ്രത്യേകം ഓർക്കണേ. കണ്ടോ? അതിനൊരു 5 ഇഞ്ചെങ്കിലും മിനിമം വീതി വേണം. 5, 5.5, 6 വരെ ആകാം വീതിയും. ഇറക്കം ഫുള്ള് നമ്മുടെ തുണിയുടെ അത്രയും തന്നെ ഇറക്കമുണ്ട്. ഇറക്കം ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഉണ്ടെങ്കിൽ നല്ലത്. തുണിക്ക് കട്ടിയും കിട്ടും, കാണാൻ ഭംഗിയുമായിരിക്കും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഫ്രണ്ട് പീസ് വെട്ടിയതിൻ്റെ ഞാൻ പ്രിൻസസ് കട്ട് വേർപെടുത്തിയില്ലല്ലോ. ഇതിൻ്റെ സെയിം കഴുത്ത്, സെയിം ഷോൾഡർ വരത്തക്ക രീതിയിൽ. ഷോൾഡർ ഫുൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യം കണ്ടോ കഴുത്ത് അടയാളപ്പെടുത്തി തുണിയുടെ അളവനുസരിച്ച് ഇത്രയും ഭാഗത്ത് അടയാളം കൊടുത്തിട്ട് അത്രയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 പീസ് നമുക്ക് വേണേ. നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ ചെയ്യുന്നതാണെന്ന് പ്രത്യേകം ഓർക്കണം. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്ത് 2 പീസ് കിട്ടി. നമുക്കിനി ഫ്രണ്ട് പീസ് എടുത്ത് തയ്ക്കാൻ പോവാണേ. ഫ്രണ്ട് പീസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാം. ആ 3.25 അടയാളപ്പെടുത്തിയതിലൂടെ തന്നെ വന്ന് അപ്പക്സ് പോയിന്റിൽ നിന്നും ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, കോർണറിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് മുകളിലേക്ക് വരച്ചില്ലേ, അങ്ങോട്ട് നമ്മൾ വൃത്തിയായിട്ട് കട്ട് ചെയ്തു. ഇനി എന്നാ എടുക്കണം? ഇനി ഒരു ചെറിയ പണിയുണ്ട്. ഈ പാർട്ടിൽ നിന്നും ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പം നമ്മൾ നല്ല ഷേപ്പ് കിട്ടത്തുള്ളൂ. കണ്ടോ? ഒരു 1/2 ഇഞ്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇവരെ കൂട്ടിച്ചേർത്ത് തയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. ഇവിടെ കൂട്ടിച്ചേർത്ത് തയ്ക്കുമ്പം നമ്മുടെ ഈ ഷേപ്പില്ലേ, നമ്മുടെ ഈ 14 ഇഞ്ചിലെ ഷേപ്പ്, അവിടെ ഞാനിപ്പോൾ ഈ പോയിന്റ് വരയ്ക്കുന്നത്, അവിടെ നമ്മളൊരു തയ്ക്കുമ്പോൾ ഒരു 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയ്ക്കിട്ടല്ലേ തയ്ക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കയറ്റി തയ്ക്കണം. അപ്പോൾ നമുക്കൊരു പ്രിൻസസ് കട്ടിൻ്റെ കറക്റ്റ് ഷേപ്പും ഇതെല്ലാം വരും കേട്ടോ. അങ്ങനെ തയ്ക്കണേ. നോക്കിക്കേ, ഞാൻ അങ്ങനെ എടുത്തത് 2ൽ നിന്നും
ഓരോ പീസ് എടുത്തിട്ട് രണ്ടിൻ്റെ നല്ല വശം കൂട്ടിച്ചേർത്ത് തയ്ക്കാൻ പോവാം. ഈ പീസ് യോജിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരേ തുണിയിൽ നിന്ന് കട്ട് ചെയ്തതാണെങ്കിൽ പോലും തയ്ച്ച് താഴെ വരുമ്പോൾ ഒരു 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും വേരിയേഷൻ ഉണ്ടാവും. ഒരു എത്ര എക്സ്പെർട്ടാണെങ്കിലും ഇതുണ്ടാവും. കാരണം ഈ തുണി ഇങ്ങനെ നമ്മൾ പിടിച്ച് തയ്ക്കുമ്പോൾ ഉണ്ടാവും. അതോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല കേട്ടോ. കുറേശ്ശെ പിടിച്ച് കൊടുത്ത് തയ്ക്കണേ. ഇവിടെയല്ലേ ഞാൻ ആപ്പക്സ് പോയിൻ്റ് 14 ഇഞ്ച് കാണിച്ചേ, അവിടെ ഞാൻ കണ്ടോ ഇച്ചിരി തുണി ഇച്ചിരി കയറ്റി തയ്ക്കും, ടക്കിടുന്നത് പോലെ ഇച്ചിരി കയറ്റി തയ്ക്കും. അപ്പം നല്ല ടോപ്പ് നല്ല ഫിറ്റായിട്ടല്ല നല്ല ഷേപ്പിൽ ഇരിക്കും. നമ്മളൊന്നടിച്ചു, നമുക്കിനി അടുത്ത് പതിച്ചടിക്കാം. ഒന്നുകിൽ പതിച്ചടിക്കാം, അല്ലെങ്കിൽ 2 അടിപ്പം അടിച്ചാലും മതിയേ. തയ്യൽ തുമ്പ് ഈ വശത്തോട് നീക്കി വെച്ചിട്ട് അടിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണം ചെയ്യാം. പക്ഷേ തയ്ക്കുമ്പം നല്ലപോലെ വലിച്ചു പിടിച്ച് 2 പീസും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് പതിച്ചടിക്കണേ. കണ്ടോ ഏറ്റക്കുറച്ചിൽ വന്നേക്കുന്നതിന് അടിയിൽ അതുണ്ടാവും കേട്ടോ. ചിലതിനും ഉണ്ടാകത്തുമില്ല, ചിലപ്പം വേരിയേഷൻ വന്നിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു പീസ് യോജിപ്പിച്ചു. അതുപോലെ തന്നെ അടുത്ത പീസിൻ്റെ നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം വെച്ച് നമുക്ക് തയ്ക്കുമ്പോഴേ ഈ കഷക്കുഴിയുടെ അവിടെ നിന്ന് യോജിപ്പിക്കുമ്പം കറക്റ്റാക്കി വെച്ച് തയ്ക്കണേ. ഒരിക്കലും താഴേന്ന് കഷക്കുഴിയുടെ അങ്ങോട്ട് തയ്ക്കരുത്. കാരണം അവിടെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയാൻ പോയാൽ നമ്മുടെ അളവും എല്ലാം തെറ്റിപ്പോവും. അതിങ്ങനെ തന്നെ തയ്ക്കണേ. കണ്ടോ, ആ 14 ഇഞ്ചിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി കയറ്റി തയ്ക്കും. ഞാൻ എന്താ നോക്കിയെന്നറിയോ, ആ വേരിയേഷൻ ഒത്തിരി വന്നതുകൊണ്ട് മുകളിൽ നമുക്ക് വല്ലതും നമ്മൾ കൂടുതൽ തന്നു ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വേരിയേഷൻ വരും. നമ്മൾ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് തയ്ക്കുമ്പോഴും അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതിനെ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് കൂടുതൽ എടുക്കുന്നു. പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ ഫ്രണ്ട് പീസ് 1 ഇഞ്ച് കൂടുതൽ എടുക്കും. അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കും. ഇതും പതിച്ചൊക്കെ ഞാൻ എക്സ്ട്രാ വന്നത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മുടെ ബാക്ക് പാർട്ട് എടുത്തിട്ടു. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് നമുക്ക് ആ സെൻട്രൽ ഭാഗത്തൊരു കട്ടിട്ടേക്കാം. അത്യാവശ്യമായിട്ടോ ചെയ്യേണ്ടതാണ്, മാർക്കല്ലേ. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഇപ്പം കൂട്ടിയടിച്ച 2 പീസിൻ്റെയും നല്ല വശം ചേർത്ത് വെക്കുന്നു. ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ 2 സ്റ്റിച്ച് കൊടുക്കാം. നോക്കിക്കേ, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ചേർത്ത് തന്നെ തയ്ക്കണേ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ടൊക്കെ തരണേ. സപ്പോർട്ട് തരുന്നുണ്ടില്ലെന്നൊന്നുമല്ല, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതൊക്കെ വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞോ? എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി. നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട്, നല്ല കമൻസ് ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് തയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, മറക്കല്ലേ. ഞാൻ ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി എന്നാ ചെയ്യാനാണെന്നൊന്നും വിചാരിക്കല്ലേ. അപ്പം നമ്മൾ 2 വശവും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പണി എന്നാ, ഈ ബാക്ക് പാർട്ടിൽ നമുക്ക് ബാക്ക് പാർട്ടൊന്ന് എടുക്കാം. ബാക്ക് പാർട്ട് കൃത്യമായിട്ട് എടുത്ത് അവിടെ ഞാൻ കട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് 1/2 ഇഞ്ചാണ് ഞാൻ ബാക്ക് നെക്ക് കളയുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ആദ്യം നിങ്ങൾ 1/2 ഇഞ്ച് നിങ്ങൾ ആദ്യം വെട്ടരുതെന്ന്. അതെന്നാന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാന്ന്. നമ്മൾ ഇങ്ങനെ വെട്ടിയതിന് ശേഷം തയ്ക്കുമ്പോഴുണ്ടല്ലോ, ഈ 2 പീസും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഒരു ഭാഗം മറ്റേ ഭാഗത്തേക്കാൾ ഒരു 1/4 ഇഞ്ചൊക്കെ വരെ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ട്. അത്രമേൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് അതങ്ങനെ ചേർത്ത് തയ്ക്കാൻ പറ്റത്തില്ല. ഇനിയും ഈ നമ്മുടെ ഫ്രണ്ട് വശത്തുനിന്ന് കറക്റ്റ് 2 ഇഞ്ച് നമ്മൾ മാറ്റി അടയാളപ്പെടുത്തുക. കറക്റ്റ് 2 ഇഞ്ച് അത് 2 തുണിയുടെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഞാനൊന്ന് അടയാളപ്പെടുത്തുക, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണേ. അതിനുശേഷം നമുക്ക് ബാക്കി ഈ 2 ഇഞ്ചിന് ശേഷമുള്ളതാണ് നമ്മൾ അളന്ന് നോക്കാൻ പോകുന്ന എന്തേരം ഉണ്ടെന്ന്. നമുക്കതിന് ഈ ടേപ്പ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ടേപ്പിലോട്ട് കൃത്യമായിട്ട് ഒന്ന് നീട്ടിപ്പിടിച്ച് അളക്കാം. ഇതാ ഏറ്റവും ഷാർപ്പ്, ഇങ്ങനെ അളക്കുന്ന നല്ലത്. കണ്ടു നോക്കിക്കോണേ എങ്ങനെയാണേ. കറക്റ്റ് വെച്ചിട്ട് എനിക്ക് കിട്ടിയത് 6 ഇഞ്ചും 1 പോയിൻറ്റുമാണ്. 6 ഇഞ്ചും 1 പോയിൻറ്റും. കാരണം നെക്ക് ഞാൻ വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. ബാക്കി നമ്മുടെ തുണിയെ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഞാൻ വീതിപ്പാട് വീണ്ടും മടക്കുമ്പോൾ നമുക്ക് എത്ര വേണം? 6 ഇഞ്ച് നമുക്ക് അവിടെ ഉണ്ട്, 6 1 പോയിൻറ്റും ഉണ്ട്. അതിനേക്കാൾ ഒരു 3/4 ഇഞ്ച് കൂടുതൽ എടുക്കാൻ മറക്കല്ലേ.
എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. വീതി ഒരു 4-4.5 ഇഞ്ചും എടുക്കണം. 4.5 ഇഞ്ച് വീതിയും മടക്കുമ്പോൾ 6.5. അപ്പം നമ്മൾ തുറക്കുമ്പോൾ എത്ര വരണം? 6.5 അല്ല, 6 6 12 13 ഇഞ്ച് എടുക്കണം കേട്ടോ. എന്നിട്ട് കണ്ട 2 പീസും ഞാൻ ഇങ്ങനെ ഇട്ടു. അതിനെ ഒന്നുകൂടെ മടക്കി അടയാളപ്പെടുത്താൻ പോവാം, ശ്രദ്ധിച്ചിരുന്നോണേ. ക്യാൻവാസ് ഇല്ലാത്ത നെക്കായതുകൊണ്ട് ഒന്ന് പ്രത്യേകം. ഇവിടെ ഈ മടക്കിയ ഭാഗത്ത് ഞാൻ 3.5 ഇഞ്ച് നോക്കിക്കോണം, നിങ്ങൾ ഞാൻ കാണിക്കുന്നത് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഈ ഓപ്പണായ ഭാഗത്ത് ഞാൻ 2.5 ഇഞ്ചും അടയാളപ്പെടുത്തി. കണ്ടല്ലോ, ഈ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ അവിടുന്ന് ഇങ്ങോട്ടൊരു കറക്റ്റ് 3 ഇഞ്ച്, ഇത് സ്റ്റാൻഡേർഡാണ് 3 ഇഞ്ച് വരെ. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഒറ്റ വരെയല്ല, ഇച്ചിരി കേർവായിട്ട് നമ്മളതിനെ കൂട്ടിക്കൊണ്ട് ചേർത്തു. പിടികിട്ടിയല്ലോ. നമ്മളിവിടെ നിന്ന് ആ കറക്റ്റ് താഴേക്ക് വരച്ചു. ഇപ്പോൾ വരച്ചത് കറക്റ്റ് 6.1 എന്നുള്ള ഒരു 6.2 ഇഞ്ച് എടുത്താൽ മതി. ഇനി നമ്മൾ പക്ഷേ അത് വെച്ചല്ലേ ഇപ്പം ക്യാൻവാസിന് വെട്ടുന്നേ, ഇതേ വെട്ടരുത്. ഇതേ കറക്റ്റ് 1/2 ഇഞ്ച് കൂടുതലിടണം. ചുറ്റിനും 1/2 ഇഞ്ച് കൂടുതൽ. എന്തിനാ? തയ്ച്ചു മടക്കണ്ടേ നമുക്ക്. ക്യാൻവാസ് ആണെങ്കിൽ ക്യാൻവാസിന്റെ സൈഡിലൂടെ തയ്ച്ചു പോയി. ഇത് അങ്ങനല്ല, ഇത് തുണി തയ്ച്ചു മടക്കുന്നതുകൊണ്ട് കറക്റ്റ് 3/4 ഇഞ്ച് നിങ്ങൾ കൂടുതലിട്ടോ ധൈര്യമായിട്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ അളവ് നോക്കണം. ഈ 6.1 എന്നുള്ള ഒരു 6.2 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണേ. 6.2 എന്നാണ് പറയുന്നത്. കണ്ടല്ലോ, നമ്മളാ പറയും. ഇനി ഈ അടിയിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നമുക്കിത് ഇങ്ങനെ ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇപ്പം പിടി കിട്ടിയോ? നമ്മുടെ മിച്ചം വന്ന 2 തുണിയെ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം. കണ്ടോ, നല്ല വശം ചേർത്ത് വെച്ചു. ഇനി നമ്മുടെ തയ്യൽ എങ്ങോട്ടാണ് വരുന്നതെന്നറിയാവോ? ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തോട്ടല്ല, താഴെയാണ്. ഇവിടെ തയ്ക്കണ്ടേ. കണ്ടോ, ഇപ്പം ഞാൻ ഈ തൊട്ട് കാണിച്ച ഭാഗത്തോടാണ് നമ്മുടെ തയ്യൽ പോകേണ്ടത്. അപ്പം നമ്മൾ ക്യാൻവാസ് തയ്ക്കുന്നതിന് പകരം മെഷീനെ ഈ തുണിയെ തയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ആ 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടില്ലേ, ആ 1/2 ഇഞ്ച് ഗ്യാപ്പിലൂടെ കറക്റ്റ് അടിച്ച് വരണം. എന്ന് പറഞ്ഞാൽ ഉൾവശത്ത് 6.2 ഇഞ്ച് വന്നാൽ മതി. അങ്ങനെ ചുറ്റിനും നമുക്ക് അടിക്കാം. അടിച്ച് കിട്ടിട്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് മറിച്ചിടേണ്ടതല്ലേ. മറിച്ചിടേണ്ടത് കൊണ്ട് ചുറ്റിനും നമുക്ക് ചെറിയ കട്ട് കൊടുക്കാം. ആ കോർണർ രണ്ടും കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് തയ്യലെ കൊള്ളാത്ത പോലെ ഫുൾ നമുക്ക് ചെറിയ കട്ടിടാം. ഈ പ്രാവശ്യം നിങ്ങൾ തയ്ച്ച് നോക്കണേ. കോളർ എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ലെന്ന് പറയുന്ന കൂട്ടുകാരെ എനിക്കറിയാം. അപ്പം നിങ്ങൾ തയ്ച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഫുള്ള് കട്ട് ചെയ്തിട്ട് മറിച്ചിടാം. ഇന്നലെ ഒരാൾ എന്നെ അബുദാബിയിൽ നിന്ന് വിളിച്ചു, നിമ്മി അബുദാബിയിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ കോൾ. ഞാനടുത്ത് ധാരാ വിളിക്കുന്നത്. നിമ്മിയെ വിളിച്ചിട്ട് വലിയ സന്തോഷം. ടീച്ചറിൻ്റെ സാരി ബ്ലൗസ് ചലഞ്ച് കണ്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ചുരിദാർ തയ്ച്ചു. ടീച്ചറിന് മറ്റുള്ളവർ തയ്ക്കണം എന്നുള്ള നിർബന്ധം പോലെ പറഞ്ഞു തരുന്നത്. പിന്നെ എങ്ങനെ തയ്ക്കാൻ പറ്റാത്തതെന്നൊക്കെയാണ് നിമ്മി പറഞ്ഞേ. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം. ദൂരെ ഇരുന്നാണെങ്കിലും നമ്മുടെ ചാനൽ കണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് തയ്ക്കുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം നമ്മൾ ഈ പോയിൻ്റൊക്കെ നല്ല എന്തെങ്കിലും വെച്ച് നന്നായിട്ട് കുത്തിയെടുത്ത് നല്ല ഷേപ്പിനെടുത്തിട്ട് നിങ്ങളിങ്ങനെ അരികിലൂടെ ഒന്ന് പതിച്ചടിച്ചേക്കാം. പതിച്ചടിക്കുകയാണെങ്കിൽ നമുക്ക് അടിഭാഗം നല്ല വൃത്തിയായിട്ടിരിക്കും. അതുകൊണ്ടാണേ പതിച്ച് തന്നെ അടിച്ചോ നിങ്ങളതാ നല്ലത്. പ്രത്യേകിച്ച് ഇതിലെ ഈ വർക്ക് ഏതാണ്ടൊരു തുണിയേൽ ഈ എന്നാ വർക്കെന്നാ, ചിക്കൻ വർക്കോ ഏതാണ്ട് കംപ്ലീറ്റ് വർക്കായി കാണുന്നേ. അതുകൊണ്ട് ഇതിന് കട്ടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് പതിച്ചടിച്ചേക്കാന്ന് വെച്ചേ. അങ്ങനെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. കണ്ടല്ലോ. ഇനി നമുക്ക് കോളർ രണ്ടും കൃത്യമായിട്ട് മടക്കി അതിൻ്റെ മധ്യഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുത്തു. കാണാനില്ല, ഒന്നുകൂടെ കട്ട് ചെയ്യാം. കറക്റ്റ് കട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് എടുക്കാം. അതിൻ്റെ ബാക്ക് പാർട്ടിൽ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഓൾറെഡി കാണാവുന്ന പോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അവിടെ ഇതിൻ്റെ നല്ല വശത്താന്ന് ഓർക്കണേ. തുണിയുടെ നല്ല വശത്തോട്ട് നമ്മുടെ തുണിയുടെ ക്യാൻവാസ് ഇല്ല, ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒന്ന് നോക്കണം നിങ്ങൾ. ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് ചെല്ലുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇനിയും അല്ല കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ മുമ്പേ അടിപ്പം മറിച്ചിട്ടില്ലേ അവിടെ തിരിച്ചെടുത്ത് ഒരു സ്വല്പം കൂടെ കയറ്റി അടിക്കണേ. കുറവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വരുന്നിടം വെച്ച് തയ്ക്കാനേ പറ്റത്തുള്ളൂ. അല്ലെ കോളർ കയറ്റി അടിക്കേണ്ടി വരും, അത് വേണ്ട. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് 2 സൈഡും ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ആ 2 ഇഞ്ച് പോയിന്റ് വരെ
ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് തയ്ച്ച് കെട്ടിട്ട് നിർത്തണം. ഉണ്ടോ, നമ്മൾ ആ കറക്റ്റ് പോയിന്റിൽ നമുക്ക് തയ്ച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ തിരിച്ചു പോകാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ മധ്യഭാഗത്തുനിന്ന് അപ്പുറത്തോട്ട് പോവാം. ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഈ എൻഡിൽ നിന്ന്. അതാകുമ്പോൾ രണ്ടിടവും ഒരുപോലെ കറക്റ്റായിട്ട് നിന്നോളും. ഇപ്പുറത്തെ 2 നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, ആ ഇഞ്ചിലൂടെ നമുക്ക് കെട്ടിട്ട് തയ്ച്ച് നടുക്കോട്ട് കൊണ്ടുപോകാം. നമ്മൾ 6.1 ഇഞ്ച് കിട്ടിയപ്പോൾ 6.2 ഇഞ്ച് നീളം ഞാനിട്ട് തയ്ച്ചത്. ഇത് കണ്ടോ, കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. ഒരു സ്വല്പം പോലും കൂടുതലുമില്ല കുറവുമില്ല. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് മാത്രം നമുക്കിത് വശമാകത്തുള്ളൂ കേട്ടോ. നമ്മുടെ കോളർ കഴിഞ്ഞു. നമുക്ക് നോക്കാം കോളർ തയ്ച്ചത് എങ്ങനെ ഉണ്ടെന്ന്. നോക്കിക്കേ, നല്ല വൃത്തിയായിട്ടല്ലേ കിട്ടിയേക്കുന്നത്, നല്ല ഫിനിഷിങ്ങിൽ. ഇവിടെ കാണിക്കാം, കണ്ടോ. നമുക്ക് ഇനിവേ ഒരു പണിയുണ്ടേ, നോക്കിക്കോണം. നമ്മൾ ക്യാൻവാസ് വെച്ചല്ലല്ലോ തയ്ക്കുന്നത്. അപ്പോൾ ഈ തയ്യൽ തുമ്പ് വെളിയിൽ നിൽക്കത്തില്ലേ, അതിനു വേണ്ടി നമ്മുടെ അടുത്ത സൂത്രപ്പണി എന്ന് പറയുന്നത് ഈ നമ്മുടെ ക്യാൻവാസ്, നമ്മൾ തയ്ച്ച ക്യാൻവാസ് നോക്കിക്കോണേ എന്നാ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ആ ക്യാൻവാസ് ഇല്ലാതെ ഇരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് മറിച്ച് വെച്ചു. കണ്ടോ, തുണിയുടെ നല്ല വശത്ത് കണ്ടോ ക്യാൻവാസ് തയ്ച്ചത് നേരെ വെച്ചു. എന്നിട്ട് നമ്മൾ മുമ്പ് 2 പീസ് വെച്ച് വെട്ടിയില്ലേ, ഫ്രണ്ട് കഴുത്ത് അതേ ഷേപ്പിൽ വെച്ച തുണിയുടെ ഈ ഇങ്ങോട്ട് ചേരേണ്ട വശം, അതായത് നല്ല വശം ചേർത്ത് വെച്ചു. എങ്ങനെ വെക്കുന്ന നോക്കി, ഈ കോണർ രണ്ടും ആദ്യം ഒരുപോലെ വെക്കണം. വേണേൽ ഒരു പിൻ കുത്തിക്കൂ. എന്നിട്ട് കണ്ടോ പിടിച്ച് എവിടം വരെ അത് വന്നു നോക്കിയേ, കണ്ടോ അവിടം വരെ വന്നു, ഷോൾഡറിൻ്റെ അവിടം വരെ വന്നു. അവിടെ ഞാൻ ഈ തുണി എടുക്കുന്നതിന് മുമ്പേ ആദ്യം ഇതിന് ചുറ്റും ഒന്ന് അടിച്ചിട്ട് വേണം എടുക്കാൻ. ഞാൻ അടിക്കാതെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് മടക്കി വെച്ചു. മനസ്സിലായല്ലോ. മടക്കിയിട്ട് ആ നെക്കേൽ നമ്മൾ തയ്ച്ച കോളറിൻ്റെ മുകളിലൂടെ ആ കറക്റ്റ് നമ്മൾ തയ്ച്ച അതേ മെഷർമെൻറ്റിൽ തന്നെ ഒരു 1/2 ഇഞ്ചിന് 1/4 ഇഞ്ചിനിടയ്ക്കല്ലേ, അതേ കൂടെ ഇങ്ങനെ അടിച്ചു വന്ന് കുത്തി നിർത്തി. ഈ പീസ്, അതായത് നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ച പീസും നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട് പീസും തമ്മിൽ അടിച്ച് താഴേക്ക് പോവുക. ഒരു 1/4 ഇഞ്ച് കൂടി താഴേക്ക് പോകാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തിനാന്ന് പിടി കിട്ടിയോ നോക്കിക്കണേ. എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ അവിടെയൊക്കെ ചെറിയ കട്ടിട്ട് കൊടുക്കണേ, കൃത്യമായിട്ട് മറിച്ചിടാൻ വേണ്ടിയാണ്. ഇവിടെയൊക്കെ 1-2 ചെറിയ കട്ടിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് മറിച്ചിടുക, മറിച്ചിട്ട് അവനെ പുറത്തെടുക്കാം. കണ്ടോ, ആ കോർണർ ഇപ്പം നമുക്ക് ഒരു എക്സ്ട്രാ പീസ് വെച്ച് അടിച്ചപ്പോൾ നല്ല വൃത്തിയുള്ള ഫിനിഷിങ് ആയില്ലേ. അത് നമുക്കേ ഒരു സ്ലൈഡ് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻസിലോ പേനായോ എന്നതെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള സാധനം വെച്ച് നമുക്ക് ആ കോർണറൊന്ന് നല്ല കുത്തി വൃത്തിയാക്കി എടുക്കാം. എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ചൊരടിച്ചേക്കാം അല്ലേ. അവിടെ വന്ന നൂലൊന്ന് കട്ട് ചെയ്ത് കളയട്ടെ. ആ നൂല് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് നമുക്ക് പതിച്ചടിക്കാം. അത് ഫുള്ള് അങ്ങ് പതിച്ചടിക്കാം. നൂലിനെ വേണേൽ പതിച്ചടിക്കാം. ഞാനിപ്പോൾ ഈ കോർണർ ആദ്യം പതിച്ചടിക്കുന്നത്. ഐഡിയ കിട്ടിയോ? അങ്ങനെ നമുക്ക് താഴെ വരെ തയ്ച്ചെടുക്കാം. എന്താണോ എൻ്റെ മെഷീനിൽ ഇപ്പോൾ അടിക്കുമ്പോൾ കണ്ടോ ചെറുതായിട്ട് പുറകുവശത്ത് ചുളുങ്ങി വരുന്നത്. എന്തോ ഒന്ന് അഴിച്ചു നോക്കണം, എന്തോ പ്രശ്നമുണ്ട്. തയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇവിടെ നല്ല വൃത്തിയായിട്ട് കിട്ടി. നോക്കിക്കേ കോളർ എങ്ങനെ വരും നോക്കിക്കേ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കോളർ നിൽക്കുന്നത്. അപ്പോൾ അകത്തെ ഒന്നും തയ്യൽ തുമ്പ് കാണത്തുമില്ല, എല്ലാം നല്ല അടഞ്ഞുപോയി. കണ്ടോ, പിടി കിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ലേ ആ സൈഡ് വശം ഞാൻ അടിച്ചില്ലായിരുന്നെന്ന്. ശരിക്കും അത് ഇപ്പം ഞാൻ ചെയ്യുന്നത് തയ്ച്ചതിന് ശേഷം വേണം നിങ്ങൾ തയ്ച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഒന്ന് മടക്കി അടിക്കുകയാണേ. നമ്മൾ ആ അഡീഷണൽ പിടിപ്പിച്ച തുണിയുടെ അരികൊന്ന് മടക്കി അടിക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല തുണിയിലേക്ക് പതിച്ചടിക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് ഹെം ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം നല്ല കട്ടിയും കിട്ടും, കാണാനൊരു ഫിനിഷിങ്ങും കിട്ടും. അകത്തോട്ട് ഇങ്ങനെ മറിച്ചെടുക്കണം. കണ്ടോ, അങ്ങനെ ഒരു പോർഷൻ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇതുപോലെ തന്നെ അടുത്ത മറുവശവും നമുക്ക് തയ്ക്കാം. ഞാനതും കാണിച്ചു തരിക. ഫുൾ തയ്യൽ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരിക കേട്ടോ. നോക്കിക്കേ എന്നാ എടുക്കണമെന്ന്. ബാക്കി ഭാഗം എടുത്തു,
കോളറ് കണ്ടോ, കോളറ് ഫ്രണ്ടിലേക്ക് വെച്ചു, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ പീസ് എടുത്ത് അതിൻ്റെ നല്ല വശം ഈ നല്ല വശത്തോട്ട് ചേർത്ത് വെക്കുക. കണ്ടോ, ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആയിരിക്കണം, ആ പോയിന്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരു പിൻ കുത്തിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയാവോ, തുണി അവിടെ കറക്റ്റായി വന്നില്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടായാൽ കോളറിൻ്റെ നെക്കിൻ്റെ ലെങ്തിൽ ഡിഫറൻസ് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. എന്നിട്ട് കൃത്യം നമുക്ക് അതേ അളവിൽ അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ പീസിൻ്റെയും ഞാൻ ഷോൾഡർ ഭാഗം മടക്കിയിട്ടില്ല, ഞാൻ ഒന്ന് മടക്കി വെച്ചിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ രണ്ടും ഒരുപോലെ തയ്ക്കും. ഞാൻ താഴെയും തയ്ക്കും. നിങ്ങൾ താഴെയും തയ്ക്കേണ്ട, നിങ്ങൾ മുകളിലും തയ്ച്ചാൽ മതി. കാരണം താഴെയും തയ്ച്ച് മുകളിൽ വരുമ്പം ഏറ്റക്കുറച്ചിൽ വന്നാൽ അതും പണി കിട്ടും. അതുകൊണ്ട് മുകളിൽ തന്നെ താഴോട്ട് തയ്ച്ച് പോക്കോ കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കൈപ്പാറിന് ഇങ്ങനെ ഇരുന്നതുകൊണ്ടങ്ങ് തയ്ച്ചെന്നേ ഉള്ളൂ. ചുളുക്കം വരും കണ്ടോ, ചുളുക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് തയ്ച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ മറിച്ചിടാം. ഞാൻ ആ തുണിയുടെ പടീസിൽ പിടിപ്പിച്ചുകൊണ്ട് സൈഡിൽ നിന്ന് മടക്കിയിരിക്കുകയാണേ. നമുക്ക് മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ ഇതും ഈ പോയിൻറ്റും നല്ല വൃത്തിയായിട്ടൊന്ന് എടുക്കാം. എടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. നമുക്കൊന്ന് നോക്കാം അല്ലേ, ഒത്തൊന്ന് നോക്കണ്ടേ. കൈക്കുഴിയുടെ അവിടെ ഒക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുന്നു, ഷോൾഡർ ചേർത്ത് വെക്കുന്നു. എന്നിട്ട് നമുക്ക് കോളറിനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണണ്ടേ. അപ്പം ക്യാൻവാസ് വെക്കാതെയും നമുക്ക് കോളറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ജീൻസിന്, ടോപ്പിനോ, ചുരിദാറിനോ, നൈറ്റിക്കോ എന്നത്തിന് വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഈ വലത്ത് വശത്തെ ഇത് പാട്ടിലേക്ക് ഇടതുവശത്തേക്ക് വലതുവശത്തേത് എടുത്തൊരു 1/2 ഇഞ്ച് മതി. അതിൽ കൂടുതലൊന്നും കയറ്റി വെക്കുകയൊന്നും വേണ്ട. നിങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്രയും ഭാഗം ഓപ്പൺ ആക്കിയിട്ട് വെച്ച് ബാക്കി തുറന്നിടാം. ഇനി അതല്ല എങ്കിൽ ബട്ടൺസും വെച്ച് ബട്ടൺ ഹോളും വെച്ച് ഫുള്ള് നമുക്ക് തയ്ച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. കണ്ടോ, ഇങ്ങനെ ആ കോളർ മടങ്ങി വൃത്തിയായിട്ട് വരുന്നത്. ആ മടങ്ങി നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്ത് ഇങ്ങനെ തയ്ച്ചു പോയേക്കുന്നതുകൊണ്ട് അവിടെ ഒരു വൃത്തികേടുമില്ല, നല്ല ഫിനിഷിങ്. ഇഷ്ടമായോ? ഇനി ഞാൻ നിങ്ങളെ അതിൻ്റെ കൈയോടെ തയ്ച്ചിട്ട് കൊണ്ടുവരും. ഇപ്പം ഞാൻ കൈ തയ്ച്ചിട്ടില്ലല്ലോ, നമ്മുടെ കൈക്കുഴി വെട്ടി വൃത്തിയാക്കിയില്ല, തയ്ച്ചില്ല. ഇതാണ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ കോളറിൻ്റെ ലുക്ക്. ഇവിടം വരെയും കാണത്തില്ല. ഈ നടുഭാഗത്ത് കുറച്ച് ദൂരം നമുക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണാം. പക്ഷേ അത് ബാക്കിലായതുകൊണ്ട് അതൊന്നും കാണത്തൊന്നുമില്ല. വേണേ അത് ഒളിപ്പിച്ച് തയ്ക്കാനുള്ളൊരു മാർഗ്ഗമുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തയ്ക്കാം. പിന്നീട് ഒരിക്കൽ ഞാനത് കാണിച്ചു തരാം. വേണ്ട കൈക്കുഴിയൊക്കെ വെട്ടി ക്ലീനാക്കി തയ്ച്ചുകൊണ്ട് വന്നേക്കുക. കൈക്കുഴി നല്ല ക്രോസ് പീസ് വെച്ച് തയ്ച്ചാൽ ഇത്രയും തന്നെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും, നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ബട്ടൺസ് ചുമ്മാ എടുത്ത് വെച്ചതാണ്. ഇതിന് ചേരുന്ന നല്ല ഷോ ബട്ടണൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയാക്കാം. കണ്ടോ, കൈ തയ്ച്ചേക്കുന്നത് കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഒരേപോലത്തെ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.